നല്ല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടഞ്ച പച്ചർച്ചിന്നു. ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട്. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തിയെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ? അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്നു കേൾക്കും. ഹായ് ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കുന്നില്ല എന്ന് കരുതിയൊരു ദിവസമാണ്. നോട്ട് ഫീലിംഗ് വെൽ, ജലദോഷമൊക്കെ ഉണ്ട്. വർക്ക് കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുക. അപ്പോഴാണ് ഞാൻ കുറേ പേരിട്ട ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ആളുടെ പേര് എന്നെ ഇന്ന് മറന്നു പോവും. കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഒരു നറുക്കെടുപ്പ് വിഷയത്തെ വീഡിയോ. ഇത് കണ്ടപ്പോഴും എനിക്കറിയാത്തൊരു വ്ളോഗർ ആയതുകൊണ്ട് തന്നെ ഞാൻ 2-3 ആൾക്കാരുടെ വീഡിയോ കണ്ടു. വീഡിയോയിൽ തന്നെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ കണ്ട സമയത്താണ് എനിക്കിത് സംസാരിക്കണം തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ ഞാനിന്ന് വയ്യാണ്ടും വന്നിരുന്ന് സംസാരിക്കുന്നത്, വിത്തൗട്ട് എനി ആർഭാടം, സാധാരണ ഒരു കോലത്തിൽ. സോ നമുക്ക് ആദ്യം തന്നെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഒരു കാലത്ത് ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു ബിസിനസ് ഫേമിലാണെങ്കിൽ ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ത്രൂ ഗിഫ്റ്റ് വഴിയാണ്. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ചിലപ്പം 150 രൂപേൻ്റെ ഹോർലിക്സ് 200 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് ഒരു 30 രൂപേൻ്റെ ബിസ്ക്കറ്റ് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് തരും. എന്നിട്ട് പറയും ഈ ഹോർലിക്സ് വാങ്ങിയാൽ ഈ ബിസ്ക്കറ്റ് ഫ്രീ. സംഭവം ഈ ബിസ്ക്കറ്റിൻ്റെ പൈസയും ആ ഹോർലിക്സിൽ ബാലൻസ് ആയിരിക്കും. പക്ഷേ ഈ ബിസ്ക്കറ്റിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിരുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, പണ്ടൊരു സോപ്പുണ്ട്, പിയേഴ്സ് ആണോ ഏതോ ഒരു സോപ്പിൻ്റെ കൂടെ ഒരു മാല കിട്ടുമായിരുന്നു, ഒരു ചെയിൻ മാല. അതിന് വേണ്ടി ഞാൻ എത്ര സോപ്പ് വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ താഴെ ഒരു സാധനമുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ട്രെൻഡിങ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ലിബാം, ഈ ഒരു ജെല്ലി ടൈപ്പ് ഒരു ലിബാമിൻ്റെ ഉള്ളിലൊരു പൂ. അങ്ങനെ ഒരാളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരാളെ വട്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെ കബളിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വ്യാജേന ഒരു വീടും പിന്നെ ബുള്ളറ്റും പിന്നെ സ്കൂട്ടി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചു. അത് നറുക്കെടുപ്പിൽ കൂടെ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പം നറുക്കെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ടിക്കറ്റ്, അങ്ങനെ 8000 സംതിങ് ടിക്കറ്റ് എങ്ങാനും അവർ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നറുക്കിൽ ഇവരെല്ലാവരുടെ പേരും ഇട്ടിട്ട് നറുക്കെടുക്കുന്നൊരു വീഡിയോ. ആ വീഡിയോ വന്നതിന് ശേഷം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ പൊങ്കാലയാണ്. കാരണം ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം കള്ളത്തരമാണ് എന്ന്. അതിനിപ്പോൾ വീഡിയോ അങ്ങ് കാണുമോ അല്ലെ, ഇതിന് എക്സ്പ്ലനേഷൻ വീഡിയോൻ്റെ ആവശ്യമൊന്നുമില്ല, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പം ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ വീഡിയോ എന്താണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. ഇതിലെൻ്റെ ആദ്യത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നറുക്കെടുപ്പിന് ഒരു സംഭവം ചെയ്യുമ്പം, ഇത് വലിയ വീടും ബുള്ളറ്റും സ്കൂട്ടിയൊക്കെ വെച്ചൊരു നറുക്കെടുപ്പ് ചെയ്യുന്ന സമയത്ത് അത് അത്യാവശ്യം ഒരു ഗ്രാൻഡായി 4 ആൾ കാണുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഈ പരിപാടി പൊതുവെ ചെയ്യും. അപ്പോൾ എല്ലാ നറുക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരൊരു പാത്രത്തിലോട്ട് ഇടുക, എന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എടുക്കുക. ഇവിടെ ഒരു പാത്രത്തിൽ ഓൾറെഡി നിറയെ നറുക്കുണ്ട്, അതിലോട്ട് പിന്നെ എന്തോ ഒരു 3-4 എണ്ണം മാത്രമേ ഈ ചേട്ടൻ ചേർത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ പരിപാടി നടത്തിയ ആൾ തന്നെയാണ് ഈ നറുക്ക് കൊടുക്കുന്നത്. അത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ പബ്ലിക്കിൽ നിന്ന് ഒരാൾ വിളിച്ചെടുപ്പിക്കുക. ഇവിടെ ഈ നടത്തിയ ആളെ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ടുണ്ട്. ഈ 2 മിസ്റ്റേക്ക് ആദ്യം തന്നെ ഈ വീഡിയോയിലുണ്ട്. ഇനി ബാക്കി കാണാം. ഒരു മിനിറ്റ്. ആ ഓക്കെ, ഒരു മിനിറ്റ് എടുക്കണ്ട കേട്ടോ. ഓക്കെ, മുഹമ്മദ് ഷാഫി, വയനാട്.
കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഈ വീഡിയോ കണ്ടാൽ 100% ഉറപ്പാണ് ഇത് കള്ളത്തരാണ്. കാരണം ആദ്യം ഇങ്ങനെ കോരുന്നു, ഫൈൻ, കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുകളാണ്. രണ്ടാമത് ഇതിൻ്റെ അടിയിൽ പോയി എടുക്കുന്നു. അതിന് ഈ പെർട്ടിക്കുലർ ആൾ തന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അടിയിൽ നിന്നൊന്ന് എടുക്കണം എന്നാ, ഫൈൻ. ഇത് അടിയിൽ 2 കൈയും കൂടെ ഇട്ട് പിന്നെ ഒരു കൈക്ക് അവിടെ റെസ്റ്റ് കൊടുത്തു, വലത്തേ കൈക്ക് റെസ്റ്റ് കൊടുത്ത് ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ എന്തോ ഒന്ന് പരതുന്നു. ലാസ്റ്റ് ചേട്ടൻ ഇറങ്ങുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന കോമൺ സെൻസ് ഉള്ള വ്യക്തിക്ക് സംശയം വരും, എന്തോ ഉടായ്പുണ്ടെന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾ എടുക്കുന്ന രീതി കണ്ടാൽ അതിന് കമൻ്റ് ഇടുന്നതിനോ ചീത്ത പറയുന്നതിനോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ ഒരൊറ്റ വീഡിയോൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സാധനം റിയാക്ട് ചെയ്തത്. കാരണം എൻ്റെ ചാനലിൽ കൂടെ ഏതെങ്കിലും ഒരാൾ ഈ വിഷയം അറിയാത്തവരുണ്ട്, അറിയട്ടെ എന്ന് കരുതിയിട്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടിയിൽ നിങ്ങൾ കൂടാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ പ്രൊഫൈലുള്ള ആളാണ്, ഇൻഫ്ലുവൻസർ ആണ്, അല്ലെ വെൽ നോൺ ആയിട്ടുള്ള ആളാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സത്യസന്ധമായൊരു കാര്യമാണോ ഇത്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ജെനുവിനിറ്റി ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇതിലിപ്പോൾ 8000 ആൾ വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ പൈസ പോയിന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ലക്ക് കിട്ടിയിരിക്കുന്നത് വയനാട്ടുകാരനാണ് കേട്ടോ. ഓ, എൻ്റെ സ്വന്തം നാടും. ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾ നമ്മളെ നാസർ ഖാന്റെ ഇതിൽ എടുത്തിനോ, പിന്നെ നറുക്കെടുത്തിനോ? എനിക്ക് കോൺവെർസേഷൻ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ കുറേ സൂം ചെയ്തൊക്കെ ഒന്ന് കേട്ട് നോക്കി, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ആ ഓപ്പോസിറ്റുള്ള ആൾ കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെയും ഫേസ് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. അങ്ങനെ അത്യാവശ്യം ഇതൊരു കള്ളത്തരമാണ് എന്ന് പൊളിഞ്ഞു. കാണുന്ന വ്യക്തികൾക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലായി ഇതൊരു കള്ളത്തരാണ്. അങ്ങനെ ഇതിങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന ഈ സാധനത്തിന് അത്യാവശ്യം കമൻറ്റുകളിൽ കൂടെ ചീത്ത കേട്ട സമയത്താണ് ഇത് റിലേറ്റ് ചെയ്ത് ഇത് ഇന്നതാണ് വിഷയം എന്ന് സംസാരിച്ചു കൊണ്ട്, അല്ലെ ഈ രീതിയിലാണ് കളിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പാണ്ടിക്കാട് കുഞ്ഞാൻ ലൈവ് ഓണാക്കിയത് മുതൽ ഒരിക്കലും ഈ പറയുന്ന നറുക്കിനെ മിക്സ് ചെയ്തായിട്ട് ആരും കാണുന്നില്ല. ഈ നറുക്കെടുക്കാൻ വേണ്ടി നറുക്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ വിളംബരം നടത്തുന്നു. മെല്ലെ ഒന്ന് ഇതിന് മേലെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മെല്ലെ ഒന്ന് ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാറ്റ് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കൈയും ഇടത് കൈയും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കൈയും നേരെ ഇങ്ങനെ വെക്കുന്നു. ഇടത് കൈയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു. എടുക്കുന്നു. സാപ്പി ഇവിടെ കാണാം. ഹൈദർ മധൂർ എന്ന് പറയുന്ന നറുക്ക് മാത്രം ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ ട്രിക്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു പേപ്പറിനെ 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. എൻ്റെ കയ്യിലുള്ള എൻ്റെ പേര് എഴുതി നറുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. സിമ്പിൾ. വളരെ വ്യക്തമായി നല്ല അടിപൊളിയായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം കൂടെ വന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന പൊങ്കാലവിളി കുറച്ചും കൂടെ ഇരട്ടിയായി കൂടി. അപ്പോൾ കൂടിയ സമയത്ത് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. എത്രയൊക്കെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടെങ്കിലും കാണുന്ന ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് 100% ഉറപ്പാണ് ദിസ് ഈസ് എ പ്ലാൻഡ് ചീപ്പ് ഡ്രാമ. തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടഞ്ച പച്ചർച്ചിന്നു. ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട്.
ചേട്ടൻ പറ്റിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് കോമൺ സെൻസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. കാരണം നറുക്കെടുക്കുന്ന സമയത്ത് ഞാൻ എത്രയോ സിനിമാ നടിമാരും സീരിയൽ നടിമാരും നറുക്കെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അവരാരും അതിൽ കമന്ന് കടന്നിട്ടൊന്നുമല്ല നറുക്കെടുക്കുക. നേരെ ഇങ്ങനെ കുലുക്കുന്നു, ഫ്രണ്ട് കിട്ടുന്ന ഒരു സാധനം എടുക്കുന്നു, കാണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളല്ലേ ഇതിന് മെയിൻ നേതൃത്വം നൽകിയത്. നിങ്ങൾ പുറമേയുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് എടുപ്പിച്ചാൽ പോരെ. ഇതൊന്നും ചെയ്യുന്നില്ല, കുറച്ചും കൂടെ വിസിബിലിറ്റി ഇല്ല. ആൻഡ് നിങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് പോയി കുറച്ച് ടൈം എടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി സംശയം വരും. കാരണം ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല, വലിയൊരു വീടും സ്കൂട്ടിയും പിന്നെ ബുള്ളറ്റും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു നറുക്കാണ്. ഇപ്പം ജനങ്ങൾക്ക് എത്രയോ ജനങ്ങൾ ഇത് കാത്തിരിക്കുന്നവരുണ്ടാവും. 1000 രൂപ ഒരു ടിക്കറ്റ് കൊടുത്ത ഒരാൾ ഇതിന് നിൽക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും അടിച്ചാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും. അപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കള്ളാൻ തോന്നും. ചങ്ങായിമാരെ, കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് 1000കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തിയെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ. അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു തരുന്നിട്ടുണ്ട്. ഇപ്പോഴതാക്കണം ആ ലൈവാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ ആ പറഞ്ഞ ഡൗട്ടിനുള്ള ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് മറ്റേ വീഡിയോ ഇട്ടിട്ടുള്ളത്. വേറെ ഏതെങ്കിലും വഴി അതിന് താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളിച്ചതെന്ന്. ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ ഒന്നും കൂടെ പോയി സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. വീഡിയോ എടുത്ത് പൊക്കിയ സമയത്ത് 2 ടിക്കറ്റോളം ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷേ 2 ടിക്കറ്റ് വന്നെങ്കിലും ഒന്ന് മനഃപൂർവ്വം കളഞ്ഞ കയ്യിൽ ഇങ്ങനെ ലോക്കാക്കി പിടിച്ചിരിക്കുന്ന ആ ടിക്കറ്റ് തന്നെയാണ് എന്ത് ചെയ്തത്, കാണിക്കുകയും ചെയ്തത്. ആ നാട്ടുകാർ കംപ്ലീറ്റ് 1, 2 നില 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100കണക്കിന് ജനങ്ങൾ അവിടെ ഓല മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി. പിന്നെ ഇങ്ങനെ ഇട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോക്കുമ്പോ അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ എടുക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി. ഇത്രയും ആൾക്ക് സാധനം കിട്ടിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു. ഞാൻ മറ്റേ ജിംനി അടിച്ച ആളോടും വരാൻ പറഞ്ഞു. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ തിരക്കാണ്. പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ്, ഒരുത്തൻ ലോഡ് വണ്ടി. നല്ലൊരു ഉദ്ദേശമാണ്, റെസ്പെക്ട് ചെയ്യുന്നു. നല്ലൊരു ഉദ്ദേശമാണ് ഏറ്റവും താഴെയിൽ നിന്ന് നറുക്കെടുക്കണം എന്നുള്ളത്. പക്ഷെ ആ താഴോട്ട് കൈയിട്ടിട്ട് കിട്ടിയ ഒരു നറുക്കം എടുത്താൽ പോരെ. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കടന്ന് തിരയുന്നത് പോലെ. വലത്തെ കൈ വിട്ട് ഇടത്തെ കൈയും കൊണ്ട് ഇങ്ങനെ തിരയുന്നത് പോലെ. അത് എനിക്കറിയില്ല ചേട്ടന് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്നുള്ളത്. മേ ബി ചിലപ്പം നിങ്ങളുടെ സൈഡിൽ 100% പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് ഇത് കാണുന്ന വ്യക്തിക്ക് അങ്ങനെ തന്നെ തോന്നും. 100% അങ്ങനെ തോന്നും. ഇപ്പോൾ ഒരു പണി ചേട്ടന് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലീൻ്റെയോ എടുത്ത് കൊണ്ടുപോയിട്ട് ഈ പെർട്ടിക്കുലർ തിങ് ഒന്ന് കാണിച്ചു നോക്ക്. ഇതേ ഒപ്പീനിയൻ അവരും പറയും. ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു. ഞാൻ മറ്റേ ജിംനി അടിച്ച ആളോടും വരാൻ പറഞ്ഞു. അപ്പോൾ ഓര് പറഞ്ഞു ഞങ്ങൾ തിരക്കാണ്. പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ്, ഒരുത്തൻ ലോഡ് വണ്ടിയായിട്ട് പോയിക്കാണ്. ഈ നട്ടപ്പാതിരാക്ക് ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതാക്കണ് ഈ ലോഡ് വണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. നാസറാക്കാനോട് നാസറാക്ക എന്തായാലും വളച്ച് നാട്ടുകാരെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം. ഈ ലോഡ് വണ്ടി ഉണ്ടല്ലേ. അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് 2 ദിവസം കഴിച്ചാൽ വരാൻ പറ്റൂലാണ്. അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങൾ എവിടെ ഉള്ളത് ഞാൻ അങ്ങോട്ട് വരാറുന്നു. അങ്ങനെ വന്നിക്കാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഓല് ഇവിടെ ഉണ്ട്. ഓലിമാടെ വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആളെന്നില്ല നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചില്ല. ഹലോ ഹലോ, എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റ് നിങ്ങൾക്കുള്ള കിട്ടിയിരുന്നത്. അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. തന്നെ. അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ? നമ്മള് ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. ഈ ടിക്കറ്റ് കിട്ടിയ ആളെ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളി അധികം സംസാരിക്കാനുള്ളൊരു ടൈം കാണിച്ചില്ല. അപ്പം അതും ഒരു കള്ളത്തരാന്ന് പറഞ്ഞ സമയത്ത് പുള്ളി വയനാട്ടിൽ വന്നിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിനെ കണ്ടിട്ട് കാണിച്ച ഒരു വീഡിയോ ആണിത്. പക്ഷേ ചിലപ്പോൾ ഇതിൽ സത്യം ഉണ്ടാവാം, ചിലപ്പോൾ ഇതിൽ സത്യം ഉണ്ടാവില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് 100% ഇത് വളരെ ഫേക്കായിട്ടുള്ള ഒരു ഇതായിട്ടേ തോന്നും. അത് ചിലപ്പോൾ ചേട്ടൻ സത്യാവസ്ഥ അറിയുന്നത് കൊണ്ട് ആ രീതി നോക്കുന്നതുകൊണ്ടായിരിക്കും. ഒരു കോമൺ വ്യക്തി എന്ന നിലയിൽ ഔട്ട്സൈഡിലുള്ള ഒരാളെ കാണിച്ചിട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ ദേ വിൽ ഹാവ് ദ സെയിം ഡൗട്ട്. അപ്പോൾ ആ ഡൗട്ട് കൊണ്ട് മാത്രമാണ് ഉള്ളത്. ആൻഡ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 100% ഇതിൽ സത്യസന്ധമായിട്ടാണ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ
എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. 8000 ടിക്കറ്റ് എന്ന് പറയുമ്പം എത്രത്തോളം പൈസ ഊറ്റിയിട്ടുണ്ടെന്ന്. ഇവിടെ മറ്റൊരുത്തൻ്റെ 10 ഉറുപ്പ്യ എടുത്തിട്ട് പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത കാലത്ത് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഭൂമി ഉരുണ്ടിട്ടാന്ന് പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിഞ്ഞ് കാണിക്കാണ്ട് ഒരിക്കലും നിൽക്കില്ല. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും കൂടെ അടിക്കുക. എനിക്ക് തോന്നുന്നു വീഡിയോസ് ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഞാൻ സംസാരിച്ച് പോകുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റ്സ്, ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ട് മാത്രമാണ്. ഞാൻ അല്ലാണ്ട് കമൻറ്റ് റിയാക്ഷൻ പോലെ സംസാരിക്കാനൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ റീസെൻ്റ്ലി ഇട്ട ഷാജിദേൻ്റെ വീഡിയോയിൽ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ എനിക്കത് നൈക്കയിൽ കാണാം, എനിക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിഫക്ട്സോ ഇഷ്യൂസോ വന്നിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഫയൽ കേസ് അഗെയിൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. പക്ഷേ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അവരുടെ നീതി പോകരുത് എന്നുള്ള മാത്രമേ ഉദ്ദേശമുള്ളൂ. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ലിപ്സ്റ്റിക്ക് അമൃതം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ കൺവേ ചെയ്തിട്ടില്ല. ഓക്കെ, ബൈ.